കൊച്ചിയിൽ പനി വ്യാപനം രൂക്ഷമായി തുടരുന്നു. ഇന്നലെ പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയ ആൾക്കാർ 1061 പേരാണ്. ഡെങ്കിപ്പനി 32 പേർക്ക്, അതുപോലെ എലിപ്പനി 7 പേർക്ക്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പനി വല്ലാതെ പടരുകയാണോ കൊച്ചിയിൽ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ ജീവൻ നഷ്ടമായ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പനി കൊച്ചിയെ പിടിച്ചു കുലുക്കുകയാണ്, വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ മാസം മാത്രം 15,717 പേർക്കാണ് പനി ബാധിച്ചത്. അതിൽ ഡെങ്കിപ്പനി ബാധിതരും എലിപ്പനി ബാധിതരുമുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ട ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ഇത്തരത്തിൽ പനി പടർന്നു പിടിക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് അതിൽ കാര്യമായ വിയോജിപ്പുകളുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നില്ല എന്നാണ് പല നഗരസഭകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. തൃക്കാക്കര നഗരസഭയിലും കളമശ്ശേരി നഗരസഭയിലും അത്തരം ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോഴും ആരോഗ്യവകുപ്പ് പറയുന്നത് പ്രതിരോധ നടപടികൾ ശക്തം എന്ന് തന്നെയാണ്. പ്രധാനമായും തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തുറ, വരാപ്പുഴ ഈ മേഖലകളിലാണ് പനി വ്യാപനം കൂടുതലുള്ളത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുകയാണെങ്കിൽ ഈ പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കും. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ പ്രതിദിന പനിയുടെ കണക്ക് 1000 വെച്ചാണ് ഉയരുന്നത്. ആശങ്കപ്പെടുത്തുന്ന കണക്കാണ്. പനി വരുന്ന ആളുകൾ സ്വയം ചികിത്സക്ക് മുതിരാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ചികിത്സ നേടണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം കർശനമായി എല്ലാവരും പാലിക്കണമെന്നാണ് പറയാനുള്ളത്. എസ്കെൻ, ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന വിഷ്ണു സുരേഷാണ്.